ഹായ്, ഇന്നൊരു വെറൈറ്റി സ്നോഫ്ലേക്ക് ആട്ടോ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. കാണുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാന്ന് തോന്നും, പക്ഷേ സിമ്പിളാണ് കേട്ടോ. അതിനായിട്ട് ഞാനൊരു പീസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് 7 സെൻറ്റിമീറ്റർ ആട്ടോ നീളവും വീതി വരുന്നത്. അത് നമ്മൾ ഇതുപോലെ നടുമടക്കി എടുക്കണം. ഇത് ഇത്തിരി ഒട്ടിക്കുന്ന സമയത്ത് ഇത്തിരി കോംപ്ലിക്കേഷനുള്ളൂ, ബാക്കിയെല്ലാം സിമ്പിളാട്ടോ. പിന്നെ നമ്മൾ മടക്കി വെച്ചതിൻ്റെ ഓപ്പോസിറ്റ് പിടിച്ചിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു 8 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 6 പീസായാലും കട്ട് ചെയ്താൽ മതി, എന്നാലും ഭംഗിയുണ്ടാവും. നമുക്കത് മടക്കി ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ വെട്ടിയെടുക്കുന്നുണ്ട്. ഇത് നോർമൽ നമ്മൾ ഉണ്ടാക്കിയതിനേക്കാൾ ഇത്തിരി വ്യത്യസ്തമാണ് കേട്ടോ. പിന്നെ ഇത് നമ്മളിങ്ങനെ മടക്കിയിട്ട് കണ്ട് തുമ്പത്തിരി വീതി ഉണ്ടാവും. അത് നമ്മളൊരു എനിക്ക് തോന്നുന്നു പോലെ ഈർക്കിലോ അതെന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പിടിച്ചൊട്ടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കാൻ പറ്റും. നമ്മളത് ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കിയിട്ട്, അതായത് നല്ലപോലെ മടങ്ങി പോകണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ പൊന്തി നിൽക്കുന്ന രീതിയിൽ മടക്കിയിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആട്ടോ ഒട്ടിച്ചെടുക്കേണ്ടത്. പിന്നെ നമ്മൾ അടിയിലേക്ക് വരുന്ന ഓരോ പീസ് പേപ്പർ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കണം. അതായത് ആദ്യത്തെ നമ്മൾ ഇങ്ങോട്ട് മടക്കുമ്പോൾ, ഫ്രണ്ടിലോട്ട് മടക്കുമ്പോൾ, രണ്ടാമത്തെ നമ്മൾ ബാക്കിലോട്ടാണ് മടക്കി ഒട്ടിക്കേണ്ടത്. അങ്ങനെ അപ്പോൾ ഒന്നാമത്തെ ഞാൻ ഉള്ളിലോട്ട് മടക്കി, അപ്പോൾ രണ്ടാമത്തെ ഞാൻ പുറകിലോട്ടാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ ഉള്ളിലോട്ട് ഒട്ടിക്കുക, പിന്നെ 5 ഉള്ളിലേക്ക്, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഉള്ളിലേക്കും ബാക്കിലേക്കും ആയിട്ടാട്ടോ മടക്കി ഒട്ടിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഫ്രണ്ടിലത്തെ എല്ലാം തന്നെ ഒട്ടിച്ചെടുക്കുകയാണ്. 1, 3, 5, 7 അങ്ങനെയുള്ള രീതിയിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുക. നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് വേണം കേട്ടോ ഒട്ടിച്ചെടുക്കാനായിട്ട്, അതല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരും. അപ്പോൾ നോക്കിയിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അതിൻ്റെ കോണുകൾ തമ്മിൽ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കണം. ഞാൻ അപ്പോൾ അത് ക്യാമറ വെച്ച് ഇത്തിരി മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കോണുകൾ തമ്മിൽ അങ്ങനെ ആയിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്, കണ്ടോ. അതായത് ഒരു പേപ്പറിൻ്റെ മുകളിലിട്ടായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് കറക്റ്റ് ഷേപ്പിൽ വന്നോളും. അങ്ങനെ ഞാൻ എല്ലാം ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിലോട്ട്, ഇപ്പോൾ നമ്മളെല്ലാം ഫ്രണ്ടിലോട്ടാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ബാക്കിയെല്ലാം ഞാൻ ഇനി ബാക്കിലോട്ടായിട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പം ഇതിന് മുമ്പ് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള സ്നോഫ്ലേക്കും അതുപോലെ തന്നെ സ്റ്റാറൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കണ്ടിട്ട് അതൊന്ന് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീടുകളിൽ തന്നെ സിമ്പിളായിട്ട് ഈ 2 രൂപയുടെ പേപ്പർ, ഇതിന് 1 രൂപയായിട്ടുള്ളത്, ഞാൻ 100 എണ്ണം മേടിച്ചപ്പോൾ 100 രൂപയായിട്ടുള്ളത്, അല്ലാതെ ഒരെണ്ണം മേടിക്കുമ്പോൾ 2 രൂപയൊക്കെ വരുള്ളൂ. അപ്പോൾ ഒരു 10 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പ്രകാരം ഇതുപോലത്തെ സ്നോഫ്ലേക്ക് അതുപോലെ തന്നെ ഈ സ്റ്റാറൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് വരിക. നമ്മൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 6 പീസാട്ടോ നമുക്ക് വേണ്ടി വരുന്നത്. അങ്ങനെ ഞാൻ 6 അതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അത് രണ്ടും ഈ 6 എണ്ണം വെച്ച് നമ്മൾ ഒട്ടിക്കാട്ടോ ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഒരു അറ്റത്ത് നമ്മൾ പിടിച്ചതിന് ശേഷം നമ്മൾ മറ്റേതിൻ്റെ അറ്റം അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടങ്ങി വരുന്നത് കറക്റ്റായിട്ട് ആ സൈഡിലും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ ലെവൽ ചെയ്ത് നിന്നോളും. ഇങ്ങനെ പിടിച്ചിട്ട് വേണം കേട്ടോ 6 എണ്ണം ഒട്ടിച്ചെടുക്കാനായിട്ട്, കണ്ടോ. ഇങ്ങനെ 6 എണ്ണം ഒട്ടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ചെയ്തതിലും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ബ്രൈറ്റ് കളേഴ്സിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ട്രീയിലോ ഒക്കെ നമുക്ക് ഇങ്ങനെ കൊളത്തിയിടാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്